നീ എവിടെയായിരുന്നു? ഞാൻ പുറത്തിരിക്കായിരുന്നു. എന്താ ഉറക്കം വരുന്നില്ലേ? ഇല്ല. എന്താ ഉറക്കം വരാത്ത? മനസ്സിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ? സങ്കടങ്ങള് അതെന്റെ കൂടപ്പറപ്പല്ലേ. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അതങ്ങനെ വന്നോണ്ടേയിരിക്കും. ഉറക്കം വരാത്തത് അതുകൊണ്ടൊന്നുമല്ല. പിന്നെ കണ്ണട ഇട്ടില്ലെങ്കിലും മീരയ്ക്ക് കുറച്ചൊക്കെ കാണാൻ കഴിയില്ലേ? പാറുന് എന്താ അറിയണ്ടേ? എന്റെ സങ്കല്പത്തിലുള്ള രൂപം ഞാൻ പറഞ്ഞിട്ടില്ലേ? താടിയുണ്ടാവും, നല്ല കട്ടി മീശ ഉണ്ടാവും എന്നൊക്കെ. ഉണ്ടായിരുന്നോ? ആർക്ക്? ഗന്ധർവന്. എനിക്കെങ്ങനെ അറിയാം? മീര കണ്ടതല്ലേ? അത് ശരി, അയാളെ കുറിച്ചറിയാനാണോ? പറ മീര. എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ കണ്ണട വെച്ചപ്പോഴേക്കും ആള് പോയെന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നുപോയോ? ശരിക്കും കണ്ടില്ലെങ്കിലും ചെറുതായിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ? നീ മാത്രല്ലേ അയാളെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ നിന്നോട് ഞാൻ ചോദിക്കുന്നേ. പറ മീര. പറയാം. അധികം ഉയരമൊന്നുമില്ല, ഏകദേശം എന്റെ ഉയരേ ഉള്ളൂ. നിന്റെ ഉയരേ ഉള്ളൂ? ഉയരം കുറവാണെങ്കിൽ എന്താ, നല്ല വണ്ണം ഉണ്ടല്ലോ. ജംഗ്ഷനിൽ പാനിപൂരി വിൽക്കുന്ന ഒരു ഹിന്ദിക്കാരനെ കണ്ടിട്ടില്ലേ? ഒരു ഗുണ്ടുമണി, അത്രയും വണ്ണം ഉണ്ടാവും. ഉയരയില്ലാത്തതുകൊണ്ടേ അയാള് നടക്കുമ്പോ കുട്ടിയാനെ നടക്കുന്നത് പോലെയാ. കഷണ്ടിയാ. തലയിൽ ദേ ഇത്രയും ഭാഗത്തേ മുടിയുള്ളൂ, ബാക്കി ഭാഗം മൊട്ടയാ. നേരിട്ട് കണ്ടാ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് സംശയം. ഇഷ്ടപ്പെടും. കാണാൻ ഒട്ടും കൊള്ളില്ലെങ്കിലും എനിക്കിഷ്ടപ്പെടും. കാരണം നല്ല സ്നേഹമുള്ള മനസ്സുണ്ടല്ലോ അയാൾക്ക്. മനസ്സിന്റെ സൗന്ദര്യ ഒരാണിനെ സുന്ദരനാക്കുന്നത്, അല്ലാതെ താടിയും വണ്ണവും മുടിയും ഒന്നുമല്ല. എന്റെ പാറുക്കുട്ടി, ഞാൻ നിന്റെ മനസ്സറിയാൻ വെറുതെ പറഞ്ഞതല്ലേ. കണ്ണടയില്ലാതെ എനിക്ക് കാണാൻ പറ്റില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ? സൗന്ദര്യം നോക്കുന്നവന്റെ കണ്ണിലാണെന്നാ പറയ. നേരിട്ട് കാണാതെ തന്നെ നിന്റെ ഗന്ധർവൻ സുന്ദരനാണെന്ന് നീ പറഞ്ഞില്ലേ? നേരിട്ട് കണ്ടാലും നിനക്ക് അയാൾ സുന്ദരൻ തന്നെയായിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കണ്ട. ഗന്ധർവൻ ഞാനാണെന്നറിയുമ്പോ നിന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ എനിക്ക് മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം ഒരു അമ്പരപ്പായിരിക്കും. നിഴല് പോലെ കൂടെ നടക്കുന്ന ആൾ എന്ന് ഞാൻ എഴുത്തിൽ എഴുതിയിട്ടും അത് ഞാനാണെന്ന് തിരിച്ചറിയാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. അതിന്റെ അമ്പരപ്പ് അടുത്ത നിമിഷം അമ്പരപ്പ് മാറി ദേഷ്യവും. എന്നെ നിനക്ക് ഇഷ്ടമല്ലല്ലോ, അതിന്റെ ദേഷ്യം. പിന്നെ നീ ആലോചിക്കും, നാട്ടിൽ കിടന്ന് തുരുമ്പടിക്കുമായിരുന്ന നിന്റെ സൈക്കിള് നിന്റെ മുന്നിലെത്തിയപ്പോ നീ അനുഭവിച്ച സന്തോഷം. കളഞ്ഞുപോയ ശമ്പളക്കാശ് മുഴുവൻ 1 രൂപ പോലും നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടിയപ്പോ നീ അനുഭവിച്ച ആശ്വാസം. നിന്റെ മനസ്സറിഞ്ഞ് നിന്നെ സഹായിക്കുന്ന ഗന്ധർവൻ ഞാനാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ആദ്യത്തെ ദേഷ്യം മാറി നിനക്ക് എന്നോട് സ്നേഹം തോന്നി തുടങ്ങും. എന്നെ കാണുമ്പോഴെല്ലാം ഒഴിഞ്ഞു മാറി നടക്കുന്ന നിന്റെ കണ്ണിൽ ആ സമയത്ത് പ്രണയത്തിന്റെ പ്രകാശം ഉണ്ടാവും. എന്നോടുള്ള പ്രണയത്തിന്റെ പ്രകാശം. അതൊക്കെ എനിക്ക് മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ട്. നാളെ എനിക്കും നിനക്കും പുതുവർഷമായിരിക്കും. മനസ്സിന്റെ ആകാശത്ത് പ്രണയത്തിന്റെ സൂര്യൻ ഉദിക്കുന്ന പുതിയ വർഷം. നാളെ ആവാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. മുല്ലപ്പൂവിതളോ ഒളിമിന്നും പുഞ്ചിരിയായി, ചിന്നും പൂമഴയോ നിൻമൊഴിയോ, ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതി
പോലെ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളെ അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ അഴകേ അഴകേ അഴകേ. പാർവതി, വിൽ യു മാരി മീ? അല്ലെങ്കിൽ അത് വേണ്ട. നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നവർക്ക് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അവളുടെ സ്റ്റൈലിൽ ചോദിക്കണം. പാർവതി, നിന്നെ എനിക്ക് എന്തിഷ്ടമാണെന്നോ? ജീവിതാവസാനം വരെ നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന എൻ്റെ ആഗ്രഹം. കഴുത്തിലൊരു താലിയും കെട്ടി നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വയ്ക്കോട്ടെ? ആ, ഇത് മതി, ഇങ്ങനെ മതി. നാളെ സിൽവർ ജൂബിലി ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ അവളെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യും. എന്റെ ഈ ഗന്ധർവൻ പെൺകുട്ടികളെ ചതിക്കാൻ അറിയാത്ത ഗന്ധർവനാ അല്ലേ? എന്നെ മാത്രം സ്നേഹിക്കുന്ന, എന്റെ സങ്കടം കണ്ടാൽ മാത്രം മനസ്സലിയുന്ന, എന്നെ മാത്രം സഹായിക്കുന്ന എന്റെ സ്വന്തം ഗന്ധർവനല്ലേ ഇയാള്? പറ. എനിക്ക് നിന്നെ കാണാൻ കൊതിയാവോ ഗന്ധർവ? ദേ, ആഘോഷം നടക്കുമ്പോ എന്റെ അടുത്ത് നീ വരുന്ന വാക്ക് തന്നതാ. എന്നെ പറ്റിച്ചാലുണ്ടല്ലോ, നീ കൊടുത്തയക്കുന്ന ഒരു സമ്മാനവും ഞാൻ പിന്നെ സ്വീകരിക്കില്ല. ഇല്ല, നീ എന്നെ പറഞ്ഞു പറ്റിക്കില്ല. നിനക്കെന്നെ പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല. ഹോ, എത്രയും വേഗം ഒന്ന് നേരം വെളുത്താൽ മതിയെന്നായി എനിക്ക്. എന്റെ മുന്നിൽ വരുന്നതിന് മുന്നേ എന്റെ സ്വപ്നത്തിൽ വരുമോ നീ?